ബുള്ളിങ് അല്ല, മീൻസ് റേപ്പ് പോലെ തന്നെ സീനിയേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അതെനിക്ക് ഭയങ്കര മോശമായിട്ട് എന്നെ ബാധിച്ചായിരുന്നു. അപ്പൊ എനിക്ക് 8th വെച്ചിട്ട് എൻ്റെ സ്കൂളിൽ നിർത്തിയിട്ട് പിന്നെ ഞാൻ വലുതായതിനു ശേഷമാണ് കംപ്ലീറ്റ് ചെയ്തത്. 10th ഒക്കെ എഴുതിയെടുത്തതാണ്. അപ്പൊ എനിക്കത് ഇപ്പോഴും അതിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അത് എന്റെ പേഴ്സണലായിട്ട് എല്ലാവർക്കും അറിയാം. അതാണ് ആക്ച്വലി എന്നെ അല്ലാതെ എനിക്ക് എന്റെ ഇങ്ങനത്തെ ഞാൻ ട്രാൻസ് ആയതുകൊണ്ടുള്ള ഒരു ലൈഫിൽ എനിക്ക് അങ്ങനെയൊന്നും ആരും കളിയാക്കുക മീൻസ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലൊക്കെ നമ്മളെ അടുത്ത് ഇപ്പൊ ഞാനും എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലൊക്കെ ദേഷ്യം വന്നാൽ അവരത് ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും കമന്റ്സ് ഇടുന്നതല്ല, അങ്ങനെ അല്ല പ്രോബ്ലംസ് അല്ലാതെ എനിക്ക് അങ്ങനത്തെ മോശമായ അനുഭവങ്ങളൊന്നും കമ്മ്യൂണിറ്റിയുടെ ഈ സമൂഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിച്ചത്. അപ്പൊ ആ ചെറുപ്പത്തിൽ അതെങ്ങനെ ഹാൻഡിൽ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് നമുക്ക് ഇത് തരണം ചെയ്യാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് ഞാൻ ആ ഒരു 8th പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിൽ നിന്നു കുറെ നാൾ ഞാൻ ഒളിച്ചൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ മമ്മീനോടൊന്നും പറയാൻ പറ്റില്ല, സിസ്റ്റേഴ്സിനോട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി ഏരിയയാണ്. അപ്പൊ അവിടെ കെട്ടുകളൊക്കെ ഉണ്ടാവും, ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഒരു ആളുകൾ ഇപ്പൊ രാത്രി കാവലിരിക്കുമല്ലോ, അപ്പൊ മാടോ എന്ന് പറയും. മാടത്ത് അപ്പം മമ്മി രാവിലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നിട്ടാ പോണത്. അപ്പൊ ചേച്ചിമാരാണ് ഉണ്ടാക്കി തരും. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ പോയി രാവിലെ ക്ലാസ്സിൽ പോകണമെന്ന് പോയിട്ട് ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകും.